കാനിസ്റ്ററൈസ്ഡ് പ്രതിരോധ രംഗത്തെ സംവിധാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ടേമാണിത്. അതായത് സമാധാന കാലത്തും മിസൈലുകൾ ആണവ പോർമുനകളുമായി ഘടിപ്പിച്ച് വിക്ഷേപണത്തിന് സജ്ജമാക്കി വെക്കുന്ന രീതി. ആ രീതിയിലേക്ക് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് മാറിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ട്. മുൻപ് പോർമുനകൾ പ്രത്യേകം സൂക്ഷിക്കുന്ന രീതിയായിരുന്നു ഇന്ത്യ പിന്തുടർന്നിരുന്നത്. അഗ്നി സീരീസിലെ അത്യാധുനിക മിസൈലുകളായ അഗ്നി പി, MIRV ശേഷിയുള്ള അഗ്നി 5 ഇതിലാണ് ഇപ്പോൾ ഈ സംവിധാനം കാനിസ്റ്ററൈസ്ഡ് എന്ന് നേരത്തെ പറഞ്ഞ ആ സംവിധാനം പ്രധാനമായും ഉപയോഗിക്കുന്നത്. നിലവിൽ പാകിസ്ഥാൻ ഈ സംവിധാനമില്ല. അവർ ആണവ പോർമുനകളെ പ്രത്യേകമായി സൂക്ഷിക്കുന്നു. ഈ പുതിയ മാറ്റങ്ങൾ ഇന്ത്യക്ക് ലോഞ്ച് ഓൺ വാർണിംഗ് ശേഷി നൽകുന്നു. അതായത് എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ സജ്ജമാണ് എന്ന മുന്നറിയിപ്പ് എതിരാളികൾക്ക് നൽകാൻ ഇതിലൂടെ ഇന്ത്യക്ക് സാധിക്കും. മിസൈലുകൾ സുരക്ഷിതമായ കാനിസ്റ്ററുകളിൽ സൂക്ഷിക്കുന്നതിലൂടെ അത് വിക്ഷേപിക്കാൻ വേണ്ട സമയം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. ഇത് ശത്രുക്കളുടെ മുൻകൂർ ആക്രമണങ്ങളിൽ നിന്ന് മിസൈലുകളെ സംരക്ഷിക്കാനും വളരെ എളുപ്പത്തിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനും സഹായിക്കുന്നു. ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിന്റെ നിർണായക ഭാഗമായ അന്തർവാഹിനികളുടെ പെട്രോളിംഗ് ഇപ്പോൾ കൂടുതൽ സജീവമാണ്. INS അരിഹന്ത് പോലുള്ള ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ എപ്പോഴും വിക്ഷേപണത്തിന് സജ്ജമായ മിസൈലുകളുമായാണ് കടലിൽ നിലയുറപ്പിക്കുന്നത്. ഒരു ശത്രു രാജ്യത്തിന്റെ ആദ്യ ആണവ ആക്രമണത്തെ അതിജീവിച്ച് ശക്തമായി തിരിച്ചടിക്കാനുള്ള സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും. 2025 ജനുവരിയിൽ ഒരു കണക്കെടുക്കുകയാണ്. ഇന്ത്യയുടെ പക്കൽ ഏകദേശം 180 ആണവ പോർമുനകളുണ്ട്. വിമാനങ്ങൾ, കരയിൽ നിന്നുള്ള മിസൈലുകൾ, അന്തർവാഹിനികൾ, ഇങ്ങനെ 3 തലങ്ങളിലും ആണവായുധം പ്രയോഗിക്കാനുള്ള ശേഷി ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണികൾക്കൊപ്പം തന്നെ ചൈനയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് വരെ എത്താൻ ശേഷിയുള്ള ദീർഘദൂര മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലാണ് ഇന്ത്യ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഇത്രയും വലിയ മാറ്റങ്ങൾക്കിടയിലും ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്ന ഇന്ത്യയുടെ അടിസ്ഥാന നയത്തിൽ മാറ്റമില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയും. ഒഡീഷയിലെ ചാന്ദിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് ഫെബ്രുവരി 6 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച അഗ്നി 3 ബാലിസ്റ്റിക് മിസൈൽ രാജ്യത്തിന്റെ തന്ത്രപരമായ പ്രതിരോധ ശേഷിയിൽ മറ്റൊരു നിർണായക നേട്ടമാണ്. സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷണ വിക്ഷേപണം നടത്തിയത്. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ എല്ലാ പ്രധാന പാരാമീറ്ററുകളും പരീക്ഷണത്തിലൂടെ സാധൂകരിച്ചതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ദീർഘദൂര പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നതിന്റെ തെളിവായാണ് ഈ പരീക്ഷണത്തെ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ അഗ്നി പരമ്പര ഇന്ത്യക്ക് അഭിമാനിക്കാൻ നേട്ടം നൽകുന്ന ഒരു പരമ്പര തന്നെയാണ്. ആ പരമ്പരയിലെ പ്രധാന ഘടകമാണ് അഗ്നി 3. ഇത് ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 3000 മുതൽ 3500 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഈ മിസൈലിന്. ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിൽ നിന്ന് തന്നെ ശത്രു രാജ്യങ്ങളുടെ ആഴത്തിലുള്ള സൈനിക കേന്ദ്രങ്ങളെയും പ്രധാന ലക്ഷ്യങ്ങളെയും ആക്രമിക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ അഗ്നി 3 പരീക്ഷണം വെറും ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ വലിയൊരു വിശ്വാസ വർധനമാണ് നൽകുന്നത്. അഗ്നി 3ന്റെ പ്രധാന സവിശേഷത അതിന്റെ 2 ഘട്ടങ്ങളുള്ള ഡിസൈൻ തന്നെയാണ്. ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിസൈലാണ്. അതിൽ ആദ്യ ഘട്ടം കത്തിച്ച് മിസൈലിനെ പ്രാരംഭ വേഗത്തിലേക്ക് ഉയർത്തുകയും അതിനുശേഷം 2ാം ഘട്ടം പ്രവർത്തിച്ച് അതിനെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ദൂരം എത്തിക്കുകയും ചെയ്യുന്നു. ഈ 2 ഘട്ട സാങ്കേതികത മിസൈലിന് കൂടുതൽ സ്ഥിരത, കൃത്യത ഇതൊക്കെ ഉറപ്പാക്കുന്നു. ആധുനിക യുദ്ധ സാഹചര്യങ്ങളിൽ ലക്ഷ്യത്തിൽ എത്തുന്ന കൃത്യതയും വിശ്വസനീയതയും ഇത് തന്നെയാണ് ഒരു മിസൈലിന്റെ യഥാർത്ഥ പവർ എന്താണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അഗ്നി 3ന്റെ ഈ സംവിധാനങ്ങൾ വിജയകരമായി പ്രവർത്തിച്ചതാണ് പുതിയ പരീക്ഷണം തെളിയിക്കുന്നത്. നമുക്കറിയാം, അടുത്ത കാലത്ത് ഇന്ത്യ പലതരത്തിലുള്ള അഗ്നി മിസൈൽ വകഭേദങ്ങളും നവീകരിച്ച പതിപ്പുകളും പരീക്ഷിച്ചു വരുന്നത് ശ്രദ്ധേയമാണ്. ഇത് ഇന്ത്യയുടെ മിസൈൽ പോർട്ട്ഫോളിയോ കൂടുതൽ വൈവിധ്യമാർന്നതും സാങ്കേതികമായി പുരോഗമിച്ചതുമായ രീതിയിൽ വളരുന്നതിന്റെ സൂചനയാണ്. പുതിയ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫോഴ്സിന്റെ സന്നദ്ധത, മിസൈൽ സംവിധാനങ്ങളുടെ വിശ്വാസ്യത ഇതൊക്കെ ഉറപ്പാക്കുന്ന നടപടികളാണ്. ഈ പശ്ചാത്തലത്തിൽ അഗ്നി 3ന്റെ വിജയകരമായ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥിരമായി അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും മാറുന്ന ആഗോള സുരക്ഷാ സാഹചര്യങ്ങളെ കണക്കിലെടുത്ത് തന്ത്രപരമായ തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുകയും ചെയ്യുന്നു എന്ന സന്ദേശമാണ് നൽകുന്നത്. പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് ദീർഘദൂര മിസൈൽ ശേഷി വളരെ നിർണായകമായ ഒരു ഘടകമാണ്. കാരണം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥിതിയും അതിൻ്റെ സുരക്ഷാ വെല്ലുവിളികളും ഒക്കെ വളരെ സങ്കീർണമാണ്. ഒരേ സമയം കരാതിർത്തികളിലും സമുദ്രപരിധികളിലും ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണികളുണ്ട്. അതിനാൽ തന്നെ വിവിധ ദൂരപരിധിയിലുള്ള മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. അഗ്നി 3 പോലുള്ള മിസൈലുകൾ ഇന്ത്യക്ക് ദീർഘദൂരത്തിൽ ശക്തമായ ഒരു തന്ത്രപരമായ മറുപടി ശേഷി ഉറപ്പാക്കുന്ന സംവിധാനം തന്നെയാണ്. അഗ്നി 3 പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ രംഗത്തിന്റെ വളർച്ചയും തെളിയിക്കുന്നു. മിസൈൽ സാങ്കേതികതയുടെ വികസനം, ഖര ഇന്ധന സംവിധാനങ്ങളുടെ കാര്യക്ഷമത, ഗൈഡൻസ് നാവിഗേഷൻ കൃത്യത, ഘട്ടം വേർപിരിയുന്ന സംവിധാനങ്ങളുടെ സ്ഥിരത തുടങ്ങിയ ഘടകങ്ങളെല്ലാം ഇതുപോലുള്ള പരീക്ഷണങ്ങളിലൂടെ കൂടുതൽ പക്വത കൈവരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഗ്നിയുടെ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയ്ക്കും ശക്തി നൽകുന്ന ഒരു മുന്നേറ്റമായി കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്.
അഗ്നി-3 വിജയകരമായ പരീക്ഷണം ഇന്ത്യയുടെ സ്ട്രാറ്റജിക് മിസൈൽ സംവിധാനങ്ങളുടെ വിശ്വാസ്യത വീണ്ടും ഉറപ്പാക്കുന്നതാണ്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം രാജ്യത്തിന്റെ സുരക്ഷാ നയം കൂടുതൽ ഉറച്ചതാക്കുന്ന ഘട്ടവുമാണ്. മാറുന്ന ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിലും സുരക്ഷാ വെല്ലുവിളികളിലും ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ സന്നദ്ധത നിലനിർത്തുന്നതിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവാണ് ഈ പരീക്ഷണം. ഇന്ത്യയുടെ വിശ്വസനീയമായ മിനിമം പ്രതിരോധം എന്ന തന്ത്രം നിലനിർത്തുന്നതിൽ അഗ്നി-3 പോലുള്ള മിസൈലുകൾ തുടർന്നും നിർണായക പങ്ക് വഹിക്കും എന്നത് ഉറപ്പാണ്. എന്തായാലും ഇവിടെ ഏറ്റവും സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം, ഏത് സമയത്തും ആരാക്രമിച്ചാലും ഏത് സമയത്തും തിരിച്ചടിക്കാൻ അക്രമസജ്ജരായി തന്നെയാണ് ഇന്ത്യയുടെ സേനയും ആയുധ സംവിധാനങ്ങളും എന്നത് തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ കരുത്ത്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.